ഹലോ ഗൈസ്, നമുക്കപ്പോൾ ഇന്ന് ഈ മക്കാവിൻ്റെ ചിറക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. UKG പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സ്കൂൾ കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ സ്കൂൾ ആർട്ട് ഇങ്ങനെ എന്തെങ്കിലും ഫാൻസി ഡ്രസ്സൊക്കെ വരുമല്ലോ, അന്നേരം സമയത്ത് ഇതുപോലൊരു മക്കാവിൻ്റെ ചിറക് നമുക്കങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ബേസായിട്ട് നമ്മൾ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളർ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. വേറെ ഏത് കളറിനേക്കാൾ റെഡ് കളർ തന്നെയാണ് നല്ലത് ബേസായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നീളമുള്ള ഒരു ചാർട്ട്, നോർമൽ സൈസിനേക്കാളും കുറച്ചുകൂടി വലിയൊരു ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നോർമൽ സൈസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചാർട്ട് എടുത്തിട്ട് നമ്മൾ ചിറകിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 ചാർട്ടുകൾ വേണം. ബേസിന് നല്ല കട്ടി വേണം കേട്ടോ. നമുക്ക് ചിറകിൻ്റെ മുകളിൽ കുറേ ഫെതേഴ്സൊക്കെ ഒട്ടിക്കാനുള്ളതുകൊണ്ട് നമ്മൾ ബേസായിട്ട് ചെയ്യുന്ന ചിറക് 4 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ച് 2 ചിറകുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെട്ടി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരെണ്ണം വരച്ചിട്ട് പിന്നെ അതിൻ്റെ ഔട്ട്ലൈൻ വെച്ചിട്ട് ബാക്കി 3 എണ്ണം കൂടി നമുക്ക് മുറിച്ചെടുത്തിട്ട് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ വലിപ്പം അനുസരിച്ചിട്ട് നീളം കൈയിൻ്റെയൊക്കെ നീളം നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചിറകിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇച്ചിരി നീളം കൂടുതലുണ്ടെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. കുട്ടികളിങ്ങനെ ഫെദർ പോലെ ചിറകിങ്ങനെ ആട്ടുമ്പോൾ കാണാനായിട്ട് ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പം ഞാനിവിടെ കാശിക്കുട്ടിൻ്റെ വലിപ്പത്തിനേക്കാളും ഒരു ലേശം കൂടുതൽ അത്രയും നീളത്തിലാണ് ചിറക് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കാശിക്കുട്ടിൻ്റെ മേത്ത് വെച്ച് കാണിച്ച് തരാം കേട്ടോ. എങ്ങനെയാണ് ചിറക് വരുമ്പോൾ എത്ര നീളം ഉണ്ടാകും എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമ്മൾ നോർമൽ ചാർട്ട് വാങ്ങുന്നതിനേക്കാളും ഒരു പൊടിക്ക് വലിയ സൈസുള്ള ഒരു ചാർട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ നീളമുള്ള ഒരു ചാർട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 ചാർട്ട് കൂട്ടി ഒട്ടിച്ചിട്ട് പിന്നെ അങ്ങനെ ചിറക് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ 4 ചാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു ചാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 4 എണ്ണം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് 1 by 1 ആയിട്ട് ഞാൻ 4 ചിറകുകൾ ഇതേ അളവിൽ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി ഇത് ഒരേ അളവിൽ വെച്ചിട്ട് മുകളിൽ പശ തേച്ച് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ ആണ് വേണ്ടത്. അപ്പോൾ നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയുടെ മേത്ത് വെച്ച് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു ചിറക് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോൾ കാച്ചിക്കൊണ്ട് മേത്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പർ ആണെന്നെങ്കിൽ കൂടി നിങ്ങൾ ഒരെണ്ണം കൂടി ബേസ് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം നമ്മളിൻ്റെ മുകളിൽ കുറേ ഫെതേഴ്സ് ഒട്ടിക്കാനുള്ളതുകൊണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് കൈ കോർത്തിടാനുള്ള നമ്മളൊരു കുട്ടിയുടെ കൈ കോർത്തിടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ കൂടി പിടിപ്പിക്കുന്നുണ്ട്, സൂചി എന്തെങ്കിലും വെച്ച് കുത്തിയിട്ട്. അപ്പോൾ അതൊക്കെ പിടിപ്പിക്കുമ്പോൾ ഒരു ലെയറുള്ള ചാർട്ടാണെങ്കിൽ അത് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും 2 ചാർട്ട് ബേസായിട്ട് ഉറപ്പായിട്ടും വെച്ചേക്കണം. ഇച്ചിരി നല്ല കട്ടിയുള്ള ബേസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒട്ടിക്കുന്ന ഫെതേഴ്സൊക്കെ നിന്നിട്ട് കുട്ടിക്ക് ആ ചിറകിങ്ങനെ ആട്ടുമ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഫെതേഴ്സൊക്കെ വെക്കുമ്പോൾ ചിറക് ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ചിറക് ഇങ്ങനെ വെച്ച ശേഷം ഞാൻ സെൻറ്ററിലായിട്ട് ഒരു കട്ടിയുള്ളൊരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നീളത്തിൽ. കാരണം 2 എണ്ണം കൂടി നമുക്ക് ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നീളത്തിലുള്ള ഒരു ചാർട്ട് എടുത്തിട്ട് ഞാൻ അതിനകത്ത് ഇതുപോലെ പശ തേച്ച് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ചിറകും കൂടി ഇങ്ങനെ നീളത്തിൽ നിൽക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഓരോരോ ചാർട്ട് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് വേണം ഈ ഒരു ചാർട്ട് പേപ്പർ അതിൻ്റെ മുകളിൽ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ പശ തേച്ചിട്ട് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന 2ാമത്തെ ലെയർ നമ്മുടെ ഫെതേഴ്സ് ഇതിൻ്റെ മുകളിൽ വലിയ ചിറകുകൾ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ. ഞാനിത് പ്രഗ്നൻ്റ് ആയ ഫസ്റ്റ് സെമസ്റ്ററിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം എനിക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇരുന്നിട്ട് എണീക്കുക, എപ്പോഴും ഇരിക്കലൊക്കെ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മെമ്പേഴ്സൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സൊക്കെ എളുപ്പമാണ്. പക്ഷേങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫെതേഴ്സൊക്കെ വെട്ടുന്ന ഒരു സ്റ്റെപ്പുണ്ട്, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് തീർക്കാൻ പറ്റില്ല. ഫാമിലി മെമ്പേഴ്സ് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പണി തീർക്കാൻ പറ്റും കേട്ടോ. വേഗം തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മക്കാവിൻ്റെ ചിറക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമേ. ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടാസ്ക്കുള്ള പണിയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കൂടിയിട്ട് എനിക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അന്നേരത്തേക്കും. പിന്നെ ഒരു കുട്ടി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാനത് ചെയ്ത് കൊടുക്കാൻ ഏറ്റത് കൊണ്ട് മാത്രം ഞാനത് ആ സമയത്ത്
ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഇത് ചെയ്യില്ലായിരുന്നു. കാരണം ഒത്തിരി സമയം എടുത്തിട്ട് ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അത് ഞാൻ ഫുള്ള് ഫിനിഷൊന്നും ആക്കിയിട്ടുണ്ടായില്ല. മക്കാവിൻ്റെ പുറം ഭാഗം മാത്രമാണ് നമ്മൾ ഫുള്ള് ഫെദർ ഒട്ടിച്ചിട്ടുണ്ടായ അകംഭാഗം, അതായത് നമ്മൾ നേരിൽ കാണുന്ന ഭാഗത്ത് ഉൾഭാഗത്തും ഇതുപോലെ ഫെദേഴ്സ് ഒട്ടിക്കണമെന്ന് ഞാൻ കൊടുത്തപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്ത കുട്ടിയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ എങ്കിൽ അവരത് ഒട്ടിക്കാണ്ടാണ് കുട്ടീനെ സ്റ്റേജിൽ ഇതിന് പെർഫോമൻസിന് വിട്ടിട്ടുണ്ടായത്. പക്ഷേ കുട്ടിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിട്ട് അത് ഉള്ളിലും കൂടി അത് ഒട്ടിച്ചിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടായേനെ. കാരണം എൻ്റെ കയ്യിൽ തന്ന ചാർട്ട് പേപ്പർ, അവരെയാണ് ചാർട്ട് പേപ്പറൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായത് ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചാർട്ട് പേപ്പർ തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലും കൂടി വെക്കാനുള്ള മക്കാവോൻ്റെ ചാർട്ട് പേപ്പർ തികയാത്തതുകൊണ്ട് പുറം ഭാഗം മാത്രം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. അകംഭാഗത്ത് ഞാൻ ഇതുപോലെ വെട്ടി ഒട്ടിക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തായിരുന്നു, പക്ഷേങ്കിൽ അവരത് അങ്ങനെ ചെയ്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പുറ സൈഡിൽ നമ്മളത് ഇതുപോലെ നമ്മുടെ ഫെദർ വലിയ ചിറക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒട്ടിച്ച നടുക്ക് ഒട്ടിച്ച ഒരു പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ പശ തേച്ചിട്ട് ഇതുപോലെ 2 ചിറകുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത് ബേസ് നല്ല കട്ടിയുള്ളതാക്കി എടുക്കും. ഈ 2 ചിറക് ഒട്ടിച്ച ശേഷം നമ്മൾ അതിൻ്റെ മുകളിലും ഇതുപോലെ റെഡ് കളറിലൊരു നല്ല ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ വീണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബേസ് നല്ല പോലെ ചുറ്റും എല്ലായിടത്തും പശ തേച്ച് ഒട്ടിച്ച് മുഴുവനാക്കി എടുത്ത ശേഷം നമ്മളിതിൻ്റെ മുകളിൽ കുട്ടിക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള 2 റിബൺസ് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഓരോ വശത്തും 2 റിബൺ വെച്ച് 4 റിബൺസ് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കാച്ചിക്കുട്ടിനെ ഇത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഹോൾ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, എവിടെയൊക്കെയാണ് നമുക്ക് റിബൺ പിടിപ്പിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ചിറകിന് ഇത്രയും നീളം വരുന്നുണ്ട്. കാച്ചിക്കുണ്ടിൻ്റെ കൈൻ്റെ എന്നേക്കാളും ഒരു ഇരട്ടി വലുപ്പത്തിലാണ് ഞാൻ ചിറകിൻ്റെ നീളം എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് നേരത്തെ കല്ല് കുട്ടികളത് യൂസ് ചെയ്യുള്ളൂ, അതുകൊണ്ട് ഇച്ചിരി നീളത്തിലെടുത്താലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പിന്നെ അത് ഇതുപോലെ ആണ് നമ്മൾ റിബൺ പിടിപ്പിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ റെഡ് റിബൺ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് ആയതുകൊണ്ട് ഇതിന് മുകളിൽ വേറെ കളറൊന്നും എടുത്ത് കാണിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് കളർ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മളത് ഇതുപോലെ റിബൺ വരുന്ന ഭാഗത്ത് ഞാൻ ഒരു ചാർട്ട് പേപ്പർ കൊണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടി കട്ടിക്ക് ഇരുന്നോട്ടേന്ന് ഓർത്തിട്ട്. അപ്പോൾ കുട്ടിയുടെ കൈയിൻ്റെ കയറാൻ പാകത്തിന് അളവെടുത്ത ശേഷം, അല്ലെങ്കിൽ നമ്മൾ കെട്ടിക്കൊടുത്ത ശേഷം കുട്ടീനെ ഒന്ന് ഇടിച്ച് നോക്കിയിട്ട് ആ റിബണിൻ്റെ അളവുകൾ നമുക്കൊന്ന് കയറ്റി ഇറക്കിയൊക്കെ നമുക്കൊന്ന് അഴിച്ച് ടൈറ്റാക്കിയൊക്കെ കെട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ 2 ഹോൾ ഇട്ടിട്ട് കത്രിക വെച്ചിട്ട് നമ്മുടെ റിബൺ അതിനകത്ത് കയറ്റി കൊടുത്തിട്ട് കാശിക്കൊണ്ട് ഒന്ന് ആദ്യം ഇട്ട് നോക്കി കേട്ടോ. ഏത് ഭാഗത്താണ് ടൈറ്റ് ആക്കേണ്ടതെന്ന് നോക്കിയിട്ട് ഞാൻ വീണ്ടും അതഴിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടോ. അത് നമ്മൾ ആദ്യം വെക്കുന്ന ഭാഗം നല്ല ലൂസാക്കിയിട്ട് വേണം നമുക്ക് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് വലിപ്പം കൂടുതൽ വേണ്ടത്. ലൂസെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വലിപ്പം കൂടുതൽ വേണ്ടത്. ഇപ്പം ഞാൻ കെട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് വലിപ്പം കൂടുതൽ വേണ്ടത്. കുട്ടിക്ക് കൈ കയറ്റിയിട്ട് വെക്കാനുള്ള സ്ഥലം കൂടുതൽ വേണ്ടത് അവിടെയാണ് കേട്ടോ. രണ്ടാമത്തെ വശത്ത് വലിപ്പം കുറവ് മതി, അതായത് അതിൻ്റെ ആ വലിപ്പം കുറവ് മതി കേട്ടോ. ഇപ്പം ഞാൻ ആദ്യത്തെ വശം കയറ്റിയ സ്ഥലത്ത് വലിപ്പം കുറവാണ്, പക്ഷേങ്കിൽ അത് കൂടുതലാക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണോട്ടോ. അത് ഞാൻ കാച്ചിക്കൊണ്ട് മേത്ത് വെച്ച് കൊടുത്തപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ 2 വശത്തും നമ്മൾ അതുപോലെ റിബൺ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കയറ്റി നോക്കുമ്പോൾ കാച്ചിക്കൂട്ടിന് രണ്ടാമത്തെ ഭാഗം ലൂസായിട്ട് കിടക്കുന്നത്, ഫസ്റ്റത്തെ ഭാഗം ടൈറ്റാണ്. അതുകൊണ്ട് അവനത് ഫുള്ള് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാനത് അഴിച്ച് മാറ്റിയിട്ട് പിന്നെ അവന് ആ കൈ കയറുന്ന ഭാഗം കുറച്ച് ലൂസാക്കി കൊടുത്തു. ഇപ്പോൾ കൈ കയറുന്ന ഭാഗം, ഫസ്റ്റ് കയറുന്ന ഭാഗം നല്ല ടൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് അവനത് പിടിച്ച് ഇളക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഉള്ളിലത്തെ ആദ്യത്തെ ആ 2 കറക്റ്റിലല്ല ഇരിക്കുന്നത്, മറ്റേത് 2 ലൂസുമാണ്. ഒരു കൈൻ്റെ വാച്ചിടുന്ന സ്ഥലത്താണ് അതിൻ്റെ റിബണെങ്കിൽ മറ്റേ ഭാഗത്ത് കുറച്ച് കയറിയുമാണ് ഇരിക്കുന്നത് കേട്ടോ. അത് ടൈറ്റ് അല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മളത് അഴിച്ചിട്ട് ആ റിബൺ ഒന്നും കൂടി നമ്മളത് കറക്റ്റാക്കി ടൈറ്റാക്കി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം വേണം നമ്മൾ അടുത്ത ഫെദേഴ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ കാച്ചിക്കുട്ടൻ പറഞ്ഞു, ഇതിപ്പോൾ ഇനി ആ കുട്ടിക്ക് കൊടുക്കണ്ട, എനിക്ക് വേണം ഈ ചിറകെന്ന് പറഞ്ഞ അലമ്പായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മളിതിന് വാല് വേണമല്ലോ, മക്കാവൻ്റെ ചിറക് നമ്മൾ സെറ്റാക്കി ഇതിന് ബാക്കിലേക്കുള്ള വാലുണ്ടല്ലോ അത് നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു ചാർട്ട് പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊരു കോൺ ഷേപ്പിൽ മുറിച്ചെടുക്കുകയാണ്. ഒരു ത്രികോണം, നീളത്തിലുള്ളൊരു ത്രികോണ ഷേപ്പിൽ അത് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നീളവും നിങ്ങൾ നോക്കിയിട്ട് കുട്ടിയുടെ നീളവും കുറച്ചും കൂടി നീളം കൂടി ആക്കി എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ 2ആക്കി നമ്മുടെ ചാർട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതൊരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് കോണ് പോലെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരെ ഈ ഒരു പോർഷനിൽ ഇത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഈ വരുന്ന
വശം പുറം വശത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, ഇത് പുറം വശമാണ്. അത് നമ്മൾ കുട്ടിയുടെ പുറകെ നിന്ന് കാണുന്ന വശത്താണ് നമ്മൾ ഇതുപോലെ ഇത് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. അകം വശത്ത് നമ്മൾ ആ കെട്ടുള്ള വശമാണ് അകത്ത് വന്നേക്കുന്നത്. ആ ഭാഗത്തൊക്കെ നമുക്ക് ഫെദേഴ്സ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ കവറായി പോകേണ്ടതാണ്. ഇതിനകത്തൊക്കെ നമുക്ക് ഫെദേഴ്സ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫെദേഴ്സ് വെട്ടി വെട്ടി മുറിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ ബിഗ് ടാസ്ക് എന്ന് പറയണത്. നല്ല കട്ടി കുറവുള്ള പേപ്പർ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കളർ പേപ്പർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ ഇതിനകത്ത് ചാർട്ട് പേപ്പർ തന്നെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് മുറിക്കാൻ നല്ല പാടായിരുന്നു. അതായത് ഓരോ ലീഫ് കൊടുത്തിട്ട് എനിക്ക് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യരുത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കളർ പേപ്പേഴ്സ് മേടിച്ചിട്ട് കളർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇത് വൺ ടൈം യൂസിനൊക്കെ നമ്മൾ മക്കാവൻ്റെ ഈ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണെങ്കിലും ഈ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ചാർട്ട് പേപ്പർ മേടിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഫെദർ ഇത് മുറിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല കേട്ടോ. കളർ പേപ്പർ മേടിച്ചിട്ട് മുറിക്കുക. അത് ഒരുമാതിരി നിറച്ച് വേണ്ടി വരും. ഒരു സൈഡിൽ എത്ര എണ്ണം വേണമെന്ന് നിങ്ങൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുക. 10-40 എണ്ണം വെച്ചിട്ട് ഓരോ കളറ് വേണ്ടി വരും കേട്ടോ. അതാണ് ഒരു ടാസ്ക് എന്ന് പറയണത്. നിങ്ങൾ നോർമൽ പേപ്പറിൽ വെട്ടുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വെട്ടിയെടുക്കാൻ. ചാർട്ട് പേപ്പറിലാകുമ്പോൾ 1 by 1 ആയിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാൻ നല്ല പാടായിരിക്കും. കൈയൊക്കെ നല്ല വേദന എടുക്കും. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് മുറിച്ചെടുക്കാൻ പറ്റില്ല. ഫാമിലി മെമ്പേഴ്സ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഇതുപോലെ ഫെദേഴ്സ് ഇങ്ങനെ ഇരുന്ന് വെട്ടി എടുത്തിട്ട് ഒരു സൈഡിൽ കണ്ടോ 15 രൂപ എണ്ണം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത്ര ഇല്ലയെന്ന് തോന്നുന്നു. എന്നാലും ഒരു 10-15 എണ്ണത്തിൽ അടുത്തുണ്ടാവും. ഓരോ സൈഡിലും ഓരോ കളേഴ്സ് വെച്ചിട്ട്. അപ്പോൾ അകത്തി ഓരോന്ന് ഒട്ടിച്ച് കൊടുത്ത ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കുമ്പോൾ ഒരെണ്ണം താഴ്ത്തി ഇറക്കി അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ഫുള്ളും 2 സൈഡിലും നമുക്ക് ഈ ഫെദേഴ്സ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ബ്ലൂ, പിന്നെ ഗ്രീന്, യെല്ലോ, പിന്നെ ഏറ്റവും മുകളിൽ റെഡ്, അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ഒട്ടിക്കുമ്പോൾ ഏറ്റവും താഴത്തെ ലെയർ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ താഴെയുള്ള ആ കോണിനകത്ത് താഴേക്ക് ആദ്യം ഇതുപോലെ ഒട്ടിച്ച് കൊടുത്ത് മുകളിലേട്ട് വന്ന രീതിയിൽ വേണം നമ്മൾ മക്കാവിൻ്റെ ചിറകല്ല ഈ ഫെദേഴ്സ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് പല വലിപ്പത്തിലുള്ളതും നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി നോക്കണം. ഈ ഫെദേഴ്സ് നീളം കൂടുതലുള്ളതും കുറവുള്ളതൊക്കെ വേണം കേട്ടോ. അപ്പോൾ താഴേക്ക് വാലിൻ്റെ സൈഡിൽ വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് നല്ല നീളമുള്ളത് കുറച്ചധികം ഉണ്ടാക്കി എടുത്തിട്ട് താഴേക്ക് ഉള്ളതൊക്കെ വാലിൻ്റെ അവിടെ ഉള്ളതൊക്കെ നല്ല നീളത്തിലുള്ള ഒട്ടിക്കണം. 2 സൈഡിലും ചിറകിൻ്റെ അവിടെ ഉള്ളത് എല്ലാവരും ഒരേ സൈസിലുള്ളതും ഒട്ടിക്കാൻ ശ്രദ്ധിക്കണേ. താഴേക്കുള്ളത് വരുമ്പോൾ നീളത്തിലുള്ളത് കണ്ടോ, റെഡ് യെല്ലോ ഒക്കെ ഞാൻ നീളത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. മുകളിൽ ഒട്ടിച്ചതിനേക്കാളും ഇച്ചിരി വലിയ സൈസാണ് ഞാൻ ആ കോണ് പോലെയുള്ളതിൽ എല്ലാം ഒട്ടിച്ചേക്കണേ. അതിനേക്കാളും കുറച്ചുകൂടി വലുത് ഉണ്ടാക്കി എടുത്തിട്ടാണ് വാല് പോലെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞതും വലുതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയണത്. അപ്പോൾ ഇനി നമുക്കിത് കുട്ടിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി ഉൾഭാഗത്തും തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ഭംഗി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും തോന്നുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മക്കാവിൻ്റെ ചിറകിൻ്റെ ഫൈനൽ റിസൾട്ട്. നമ്മളിത് ദേഹത്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. ടാറ്റ ബൈ ബൈ.